പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിപ്പോൾ തൃശ്ശൂർ കാളത്തോടുള്ള അത് മണ്ണുത്തി അടുത്തുള്ള കാളത്തോടുള്ള SRK ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുള്ള ജ്വല്ലറിയിലാണ് നിൽക്കുന്നത്. നമ്മൾ കുറച്ചാൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ 2ാം വാർഷികത്തിന് നമ്മൾ ക്ഷണിച്ചിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കട മൊത്തം കാണിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും വന്നോക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ അന്ന് കണ്ടതിനേക്കാളും കടയ്ക്ക് കുറച്ച് മാറ്റമൊക്കെ വരുത്തി. പിന്നെ കുറേ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഈ ടെമ്പിൾ കളക്ഷൻസ് ഉണ്ടല്ലോ, ആൻറ്റീക്ക് നഗാസ് എന്നൊക്കെ പറയണത്, അത് ഭയങ്കര കൂലി കുറവിൽ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. ആ പുതിയ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ മേജോ കുറേ സാധനങ്ങൾ കാണിച്ചു തന്നു. ഇതൊക്കെയാണ് നമുക്കിവിടെ ഇന്നത്തെ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ നെക്ലസ്. ഇതിൻ്റെ സ്റ്റഡാണിത്. പക്ഷെ സത്യം ചേട്ടൻ ഇതിന് ജിമിക്കായിരുന്നു വേണ്ടിയിരുന്നത്. അല്ലാന്ന് ഇങ്ങനെ ഇടുമ്പോഴേ, ഇതിടുമ്പോ ഇപ്പൊ പട്ടുസാരി കൊടുക്കുമ്പോ ആണല്ലോ ഇങ്ങനത്തേക്ക് ഇടുക. അപ്പൊ ഇങ്ങനത്തെ ഇടുമ്പോ ജിമിക്ക് വന്നു കഴിഞ്ഞാലേ ഈ സ്റ്റഡാ പോലെ. ഇത് 4 പവനാണ് കേട്ടാ, അല്ലേ? 4 പവൻ ഉണ്ടാവില്ല, 31 ഗ്രാം ചില്ലറ. പിന്നെ ഇതിന്റെ ഈ പേളിന്റെ വെയിറ്റ് ഒക്കെ കുറയ്ക്കുമ്പോ പിന്നെയും കുറയും. 4 പവൻ ഇല്ല. ഇത് ക്രിസ്ത്യൻ കുട്ടിയായിരുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു ക്രിസ്ത്യന്റെ വേറെ എന്തെങ്കിലും മാറ്റി തരാന്ന് പറഞ്ഞു. ലക്ഷ്മിയുടെ മാറ്റിട്ട് വേറെ ചെയ്ത് തരാന്ന് പറഞ്ഞപ്പോ ഈ ലക്ഷ്മി തന്നെ വേണമെന്ന് പറഞ്ഞു. അതൊരു ക്രിസ്ത്യൻ കുട്ടി. എന്നിട്ട് 3 പവൻ്റെ ആക്കി കൊടുത്തു. അപ്പം നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കേട്ടില്ലേ, ഇപ്പം 4 പവൻ എടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പൈസയിലെ 3 പവൻ്റെ ഉള്ളെങ്കിൽ അതിനുള്ളതിൽ ഇങ്ങനെ ആക്കി തരും. അപ്പോൾ ഇത്തിരി ഒന്ന് ചെറുതാവും അല്ലേ, കുറച്ച് ചെറുതാവും. അപ്പം അതിൻ്റെ ഇതാണ് കേട്ടത്. ഇനി ഇതുപോലത്തെ ഇനി കുറേ മോഡലുകൾ. ഇത് 1.5 പവൻ വരലോടാ. ഇത് 1.5 പവനുള്ള ഇത് ഇതിൽ പെട്ട തന്നെയാണ്. ആൻറ്റിക്കിൽ പെട്ട തന്നെയാണ് മോഡലാണ് ഇതും. ഇത് ഇവിടെ പണിയണതാ, നമ്മുടെ വർഷോപ്പുകളിൽ ചെയ്യണതാണ്. അതുകൊണ്ടാണ് ഇത്രയും കൂലി കുറവിൽ കൊടുക്കാൻ പറ്റണ അല്ലേ. ഇത് കണ്ടില്ലേ. ഇനി അടുത്ത മോഡൽ നോക്കിയേ. ഇത് എത്ര ഗ്രാം വരണ്ടേ വെയിറ്റ്? 3-4 പവന് താഴെ, 3-4 ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഇതിൽ പെട്ട തന്നെയാണ് കേട്ടാ. ഇങ്ങനത്തെ വരുമ്പോ അത്യാവശ്യം വെയിറ്റ് വരണം. 24 ഗ്രാമെങ്കിലും വേണം, എന്നാലാണ് ഭംഗിയും ഉറപ്പും കിട്ടുള്ളൂ. രണ്ട് ഡൈകൾക്കൊക്കെ പ്രത്യേകതയുണ്ട്. വളരെ കനം കുറച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതല. ഡൈ കനം ഉണ്ടാവണം ഇങ്ങനത്തെ മോഡലുകൾക്ക്. എന്നാലും ഇതിൽ ലൈറ്റ് വെയിറ്റ് ആണ്. ഈ വലിപ്പം മറ്റേ മോഡൽ വരുമ്പോൾ എങ്ങനെയായാലും 40 ഗ്രാമൊക്കെ വരും. നോക്കിയേ. ഇത് പറഞ്ഞ ഇത് വളരെ 1.5 പവന് താഴെയുള്ളൂ. സ്റ്റോൺ കഴിയുമ്പോൾ 1.5 പവന് താഴെ വരും. 1.5 പവന് താഴെ ഇത് വരുള്ളൂ. 12 ഗ്രാമിൽ താഴെ വരുള്ളൂ കേട്ടാ. ലക്ഷ്മി മോഡൽ തന്നെ, ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. 2 ചെയിൻ ഇട്ടാ മതി, അടിപൊളിയായി. ലെയർ പോലെ വരും ഈ സൈഡ്, 2 ലെയർ പോലെ നിൽക്കും. ലക്ഷ്മി തന്നെ. ഇത് രണ്ടും ഇട്ടാലും ഈ പറഞ്ഞ പോലെ നിറഞ്ഞു. ലക്ഷ്മി തന്നെയാണല്ലോ എല്ലാം. 10 പവന് താഴെ വരല്ലോ രണ്ടും കൂടി. ഇതും സൂപ്പർ. ഇനി ഏതാ അടുത്തത്? അടുത്ത മോഡല് ചേട്ടൻ കണ്ണാടേന്ന് കൊണ്ടുവരുമോ? 3 പവൻ റേഞ്ച് വരല്ലോ. അടുത്ത മോഡല് ഇത് 3 ലെയർ വരുന്നില്ല മേജോ? ഇത് 3 ലെയർ വരും. വെയിറ്റ് ഉണ്ടാവും. 60 ഗ്രാമിനൊക്കെ മുകളിലുണ്ടാവും. 40 ഗ്രാം റേഞ്ച് വരും. അതിന്റെ വീതി ഉണ്ടല്ലോ, 2 ഇട്ട് കഴിഞ്ഞാൽ 100 ഗ്രാം 2 ചെയിൻ. 2 ചെയിനും കൂടി 100 ഗ്രാം അടുത്തുണ്ടാവും. പിന്നെ ഇത് വേറെ അതിൽ കൂടുതൽ ലക്ഷ്മി ടൈപ്പ് ആണ്. ഇത് ലക്ഷ്മി ടൈപ്പ് അല്ല. ഇത് എങ്ങനെയാണ്? ഇത് മറ്റേ കുടം. ഫാൻസി മോഡലാണ് അത്.
ഇത് 21 ഗ്രാം 21 ഗ്രാം എന്ന് പറയുമ്പോൾ 2.5 പവൻ 2.5 പവന് വരുന്നുള്ളൂ. 2.5 പവന് മേലെ വരും. അത് 3 പവന് താഴെ 3 പവൻ റേഞ്ച് ഉണ്ടാവുള്ളൂ. അത് ലക്ഷ്മിനെയാ സ്റ്റോണിന്റെ വെയിറ്റ് ഒക്കെ സ്റ്റോണിന്റെ വെയിറ്റ് ആണല്ലേ. ഇത് എത്രയുണ്ടെന്ന് പറഞ്ഞ് 3 പവൻ 3 പവൻ 3 പവൻ റേഞ്ചിലെ വരാൻ അങ്ങനത്തെ. ഇത് 18 ഉള്ളൂ. ഇത് 18 ഗ്രാം ഉള്ളോട്ടാ. 2.5 പവനുള്ളോട്ടത്. അതിന്റെ തന്നെ ലോങ് ചെയിൻ. ലോങ് ചെയ്യാൻ സ്വർണത്തിന്റെ ഭയങ്കര മഞ്ഞ കളർ ഇഷ്ടമില്ലാത്തവർക്കാവില്ല ഇങ്ങനത്തെ ടൈപ്പ്. ഇപ്പൊ ഇങ്ങനത്തെയാണ് കൂടുതൽ. ഒരു 25 പവന് മുകളിലുള്ളവരൊക്കെ ഒരു ചെയിനിൽ നെക്ലസ് ഈ മോഡൽ എടുക്കും. അങ്ങനത്തെ ട്രെൻഡിലേക്ക് ആയി തുടങ്ങി. ഇത് ആന്റിക്ക് തന്നെ, പക്ഷെ ഇതിന് ഇത്തിരി തിളക്കം കൂടുതലല്ലേ. കളറിങ്ങിന്റെ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. മാറ്റങ്ങളാണല്ലേ. ഇത് വെയിറ്റും ഉണ്ട്. വെയിറ്റ് ഉണ്ട്. 40 ഗ്രാം ഉണ്ടാവും. 40 ഗ്രാം ഉണ്ടാവും. 5 പവൻ 5-6 പവൻ റേഞ്ചിൽ വരും. റേഞ്ച് വരും. ലോക്കറ്റൊക്കെ കുറച്ച് വലിപ്പം കൂടുതലാണ്. അടുത്ത മോഡൽ ഇത് ഇതുപോലെ തന്നെ ഏതാണ്ട്. ഇതും വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉണ്ട്. ഇത് ഇങ്ങനത്തെ മോഡലിന്റെ ലൈറ്റ് വെയിറ്റിൽ പെട്ടതാണ് ഈ മോഡല്. വെയിറ്റ് കുറവിൽ ജയിച്ചുള്ളതാണ്. ശരിക്കും ഈ ആന്റിക്ക് കളക്ഷൻസ് വന്നു തുടങ്ങിയ സമയത്ത് വെയിറ്റ് കൂടുതൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെയൊക്കെയാണ് ഇത് കേട്ടോ. അപ്പൊ വെയിറ്റ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഉണ്ട്. ഇനി ഇത് ഇടണമെന്ന് ആഗ്രഹമുള്ള ഇത്രയ്ക്കും പോകുന്ന വലുത് എടുക്കാൻ പറ്റാത്തവർക്ക് 1.5 പവൻ 2 പവൻ 3 പവൻ റേഞ്ചിലൊക്കെ വരുന്നതാണ് നമ്മൾ ആദ്യം കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ ഈ സാധനം. ഇതിന്റെ നമുക്ക് ഇത് 4 പവന്റെ താഴെയല്ലേ വരുന്നത്. 3 പവനിൽ ചെയ്യാൻ ലക്ഷ്മി കുറച്ച് വലിപ്പം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. സെറ്റ് അടക്കം എത്രയെന്ന് പറഞ്ഞ ഇത് 4 പവന് താഴെ വരുന്നത് 3 പവനിലേക്ക് ആക്കണമെങ്കിൽ ചെയ്യാം. ലക്ഷ്മി കുറച്ച് വലിപ്പം കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പറഞ്ഞു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. പേളിന് പകരം വേറെ കളറ് കോറൽ ടൈപ്പ് ഇടാം. അതന്നെ ഇതിപ്പോ വെള്ള ഇതല്ലേ ഇട്ടു. റൂബി ഇട്ട് ചെയ്യാം നമുക്ക്. റൂബിയോ അങ്ങനെ ഏത് കളർ വേണമെങ്കിലും ഇടാൻ പറ്റും. ചെയ്യാൻ പറ്റും. ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ 1.5 പവൻ ഉള്ളു. കൂടുതൽ മൂവ്മെന്റ് ഉള്ളതാ. 1.5 പവന് താഴെ വരില്ല സ്റ്റോൺ കഴിഞ്ഞ് കഴിയുമ്പോൾ. അയാൾ 1 പവനിലേക്ക് ഉള്ളത് നോക്കുന്നുണ്ട് ചെയ്യാനായിട്ട്. പക്ഷെ ഇങ്ങനത്തെ മോഡൽ വരുമ്പോ ഇത്തിരി വെയിറ്റ് വരും. പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷണശാലയിൽ. ലോക്കറ്റ് വലിപ്പം കുറച്ച് ചെയ്യണം. അപ്പൊ ഇങ്ങനെ കുറച്ച് മോഡലുകളൊക്കെ നമ്മളിവിടെ എടുത്തിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു എന്ന് മാത്രം. ഇതുപോലെ ഒരുപാട് ഡിസൈനുകളുണ്ട്. ഈ നഗാസ് ടെമ്പിൾ കളക്ഷൻ ആന്റിക്ക് എന്നൊക്കെ പറയുന്ന മോഡൽ കേട്ടാ. അതൊക്കെ ബോക്സുകളിലായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവർ അത് വരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാം. അത് മുഴുവൻ കാണിക്കാൻ പറ്റില്ല വീഡിയോയിൽ, അതുകൊണ്ടാണ്. പിന്നെ ഇതല്ലാണ്ടുള്ള സാധാരണ മോഡലുകൾ നിറയുണ്ട് കേട്ടോ. അതിപ്പോൾ ഇവിടെ ബാക്കിൽ കാണുന്നില്ലേ, അതൊക്കെ അന്ന് വീഡിയോയിൽ കാണിച്ചിരുന്നു. അന്ന് വീഡിയോയിൽ കാണാത്ത മോഡലാണ് ഇത് അല്ലേ. ഇതൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പുതിയ മോഡലുകളാ. ചോക്കർ ടൈപ്പ് ഇത് ലോക്കറ്റ് മാത്രം സ്വർണം അല്ലേ. ഇങ്ങനത്തെയൊക്കെ നമ്മൾ പണ്ടത്തെ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അതിന്റെ മറ്റേ വലിപ്പം തോന്നും. പണ്ട് അതെ പണ്ട് ഇങ്ങനത്തെ ഉണ്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ ഇല്ലേ ആ കാലഘട്ടത്തിൽ. സീരിയലുകളിലൊക്കെ ഉള്ളവരൊക്കെ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ മോഡലുകളൊക്കെ. അതെ. അപ്പോൾ നമ്മൾ കുറേ മോഡലുകൾ ഇപ്പോൾ കണ്ടില്ലേ. എനിക്കതിൽ പെട്ടെന്ന് തന്നെ എന്നെ വല്ലാതെ ആകർഷിച്ചതാണിത്. ഇത് കുറച്ച് നേരം ഞാനിങ്ങനെ നോക്കണിരുന്നിട്ട് എന്തൊരു ഭംഗിയാണ് കാണാൻ.
ഇത് എത്ര ഗ്രാം ഉണ്ട്? 4 പവൻ. 4 പവനുള്ളോട്ടത്. അടിപൊളി. എൻഗേജ്മെന്റിനൊക്കെ എൻഗേജ്മെന്റിനല്ല, എന്തിട്ടാണ് സാരി എടുക്കുമ്പോ ഇട്ടാ മതി. സാരിക്ക് മാത്രല്ല കേട്ടോ, മോഡേൺ ആയിട്ടുള്ള മറ്റേ അതിനൊക്കെ ഇടാം, എല്ലാത്തിനും ഇടാൻ പറ്റും. മോഡൽ പോകാത്ത മോഡലുകൾ. എന്തൊരു ഭംഗിയാ കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ 2 ഗ്രാമിന്റെ ചെയിനുകളാണ് കേട്ടോ. 2 ഗ്രാമേ വരുന്നുള്ളൂ ഇതൊക്കെ. 1 ഗ്രാം വരണല്ലോ, 1,250. 2 ഗ്രാമാണിത്. അതുമേലേക്ക് ഇതേ കണ്ടങ്ങനത്തെ ഡയമണ്ടിന്റെ പെൻഡന്റ് ഇടാം. ഇപ്പം ഡയമണ്ടിന്റെ എടുക്കാൻ കാശില്ല എന്നുള്ളവർക്ക് സാധാരണ ടൈപ്പ് ലോക്കറ്റുകൾ 500 മില്ലിയേ വരണുള്ളൂ കേട്ടോ. 1/2 ഗ്രാമ വരണുള്ളതൊക്കെ. ഇതൊക്കെ ഇതും 1/2 ഗ്രാം. ഇത് കുറച്ച് കൂടില്ലേ? ഡയമണ്ട് ഫീൽ ചെയ്യും, കാണുമ്പോൾ ഡയമണ്ട് തോന്നും. ഡയമണ്ട് അല്ല അത്, സാധാരണ കല്ല്. സാധാരണ കല്ല, എടികല്ലാണ്. അപ്പൊ റൂബിയ, അത് സാധാരണ കല്ല്. സാധാരണ കല്ലാണ്. ഇത് റോസ് ഗോൾഡ് ആണ്. 1.25 ഗ്രാമേ വരുന്നുള്ളൂ. പക്ഷേ റോസ് ഗോൾഡ് ആയതുകൊണ്ട് തന്നെ 18 ക്യാരറ്റ് 18 ക്യാരറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉറപ്പ് കൂടുതലായിരിക്കും, വിലയും കുറയും. ഗ്രാമിന് മറ്റേ 916 വില കൊടുക്കേണ്ടി വരില്ല. 1000 രൂപ ഗ്രാമിന് കുറയും. പക്ഷെ ഉറപ്പ് കൂടും, നമുക്ക് ഡെയിലി യൂസിന് പറ്റും. 1.25 ഗ്രാം ഉള്ളത്. അതുപോലെ ഇതും റോസ് ഗോൾഡ് തന്നെയാണ് കേട്ടോ. ഇതും 1.25 ഗ്രാമാണ് ഇത് വരുന്നത്. അതുപോലെ 2 ഗ്രാം തൊട്ട് 4 ഗ്രാം വരെയൊക്കെയുള്ള കുറേ മോഡലുകൾ ചെയിനുകളുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്കായാലും നമുക്കായാലും ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ളത്. ഇനി അതുപോലെ ലൈറ്റ് വെയിറ്റിൽ വരുന്ന തന്നെയാണ്. അതൊക്കെ 3 ഗ്രാമേ വരുന്നുള്ളൂ. നെക്ലസ് ടൈപ്പ് ആണ് ഇതൊക്കെ. കണ്ട 3 ഗ്രാമേ വരുന്നുള്ളൂ. ഇത് 3 ലെയർ വരുന്ന 3 മാലകൾ വരുന്നുണ്ട് കേട്ടോ. 3 ചെയ്യാൻ ഇത് ഇത്തിരി കൂടിയും കൂടും. ഇതൊക്കെ 3 ഗ്രാമേ വരുന്നുള്ളൂ കേട്ടാ. ഇത് നോക്കിയേ, ഇത് ഈ ലോക്കറ്റ് അടക്കം 2 ഗ്രാം ഉള്ളൂ. ഒരു 6 ഗ്രാമിന്റെ അടുത്ത് വരും, 5 ചില്ലറൊക്കെ വരും. ലോക്കറ്റിന് പ്രത്യേക ഭംഗിയാണ്. ലോക്കറ്റ് ഒരു പ്രത്യേക ഭംഗി. ഇത് വാങ്ങിച്ചാലോ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചേട്ടാ. ഇതിലത്തെ ഏതാ എടുക്കണ്ടേ? നോക്ക്, സെൽഫി എടുക്കാതിരിക്കുക. ഞാൻ പറയണത് ശ്രദ്ധിക്കണം കൂടിയില്ല ചേട്ടൻ. അതെ, ഇത് നോക്ക്. 2 ദിവസത്തിനുള്ളിൽ ഞാൻ വരുന്നതായിരിക്കും. ഇതിലത്തെ ഏതെങ്കിലും ഒരെണ്ണെടുക്കും. 4 ഗ്രാമിന്റെ വളകളാണ് കേട്ടത്. എന്താ പറയാ, ബ്രേസ്ലെറ്റ് മോഡല്. ബ്രേസ്ലെറ്റും അല്ല വളയല്ല എന്ന് പറയാം അല്ലേ. അങ്ങനെ ഇങ്ങനെ കൊളത്തിടാൻ പറ്റുന്ന ടൈപ്പ് വളകൾ. അതുപോലെ കൈ തണ്ട വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇടാം. അതന്നെ. ഇതെല്ലാം 4 ഗ്രാമിന്. സിംഗിൾ വരുന്നതൊക്കെ 4 ഗ്രാമാ, ഡബിൾ വരുമ്പോ 6 ആവും. ഇതൊക്കെ 4 ഗ്രാം അല്ലേ? സിംഗിൾ വരുന്നതൊക്കെ 4 ഗ്രാം വരും. ഇതൊക്കെ 4 ഗ്രാം ആണ് കേട്ടാ. ഇത് ഒരൊറ്റ ലെയർ അല്ലേ വരണുള്ളൂ, ഒറ്റ കമ്പി. അത് ഒക്കെ 4 ഗ്രാം. ഇനി ഇങ്ങനത്തെ 2 എണ്ണം വരുമ്പോ, ഇങ്ങനത്തെ 2 ലെയർ വരുമ്പോ അത് 6 ഗ്രാം. ഇതുപോലത്തെ തന്നെ മോഡല് 6 ഗ്രാം. ഇനി ഇങ്ങനത്തെ 3 എണ്ണം വരുന്നതുണ്ട്. 3 എണ്ണം വരുമ്പോ 8 ഗ്രാം ആവും അല്ലേ? 8 ഗ്രാം. ഇങ്ങനത്തെയും കുറെ മോഡലുകൾ ഉണ്ട് കേട്ടാ. പിന്നെ ഇങ്ങനെ കമ്പീമേ ഇതുപോലത്തെ ആയിട്ടുള്ള ടൈപ്പ് ഡയമണ്ട് പോലെ ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ വളകള്. ഇനിയിപ്പോൾ ആ സൈഡ് മൊത്തം കമ്മലുകളാണ്. സ്റ്റഡ് ഡ്രോപ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. വേറെ കുറെ മോഡലുകൾ പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഇനി അതും കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറെ അതന്നെ.
അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് കുറേ സമയമായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പോൾ എവിടെയാണ് ഷോപ്പ് എന്ന് ഒന്നുകൂടി ചേട്ടൻ പറഞ്ഞു. അതായത് തൃശ്ശൂര് മണ്ണുത്തി റോഡില് കാളത്തോട് എന്ന് പറഞ്ഞ സെന്റർ, കാളത്തോട് തന്നെ ഈ വേണുസിന്റെ തൊട്ടുപുറത്തുള്ള കട. അങ്ങനെയല്ല പറയാ, SRK ജ്വല്ലറി കേട്ടാ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തേനേക്കാളും റേറ്റ് കുറവ് നമുക്ക് ഇവിടെ കിട്ടും. ഹോൾസെയിൽ റേറ്റിന് സാധനം കിട്ടും. നഗാസ് അങ്ങനത്തെ മോഡലുകൾ ഇപ്പം നമ്മൾ കാണിച്ചല്ലോ തുടക്കം തന്നെ, ഈ കാണണമൊക്കെ. അപ്പോൾ ഈ മോഡലൊക്കെ വളരെ കൂലി കുറവിൽ കിട്ടും. അപ്പോൾ നമുക്കിനി പോവാം അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടാ. അപ്പം ശരി.